യോജിച്ചേ ഇങ്ങോട്ട് നോക്കേ. ഞാൻ ഇപ്പൊ റീസെന്റ് ഇപ്പൊ യൂട്യൂബ് വീഡിയോ ഉണ്ട്, അതായത് കേരളത്തിൽ തന്നെ അത്ര പോപ്പുലർ ആൾക്കാർ ടെക്കിന് വേണ്ടി റെഫർ ചെയ്യുന്ന ഒരു ചാനലിലെ 2 ബ്രദേഴ്സ് കൂടിയിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ബേസിൽ ഒരു യൂട്യൂബ് വീഡിയോ. സോ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്താലോ? ഓ ഷോ. അവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, അതായത് ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ AI യൂസ് ചെയ്തിട്ട് ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ഒരു വെബോ ആപ്പോ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത്. അതല്ല ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഓറ് ഇത് ലൈക് ഡെമോൺസ്ട്രേറ്റ് വരെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് ആക്ച്വലി അതൊരു കറക്റ്റ് ഡെമോൺസ്ട്രേഷൻ ആണോ അതിലെ? അവർ യൂസ് ചെയ്ത ആപ്പ് ഏതാണെന്ന് അറിയാം? ഏതാ? ഇത് ഗസ്. ലവബിൾ ആണെങ്കിൽ പിന്നെ ഓക്കെ, ക്ലോഡ് ആണെങ്കിൽ പിന്നെ ഓക്കെ, ബോൾഡ് ആണെങ്കിൽ പിന്നെ ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗൂഗിളിലെ AI സ്റ്റുഡിയോ ആണെങ്കിൽ പിന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് പറയാം. പക്ഷെ അവർ യൂസ് ചെയ്ത ടൂള് ChatGPT ആണ്. ഒരു കോൺവെർസേഷണൽ ടൂളാണ് അവരൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ട്, ഒരു ആപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് അവരവിടെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഫോൾസ് മാർക്കറ്റിംഗ്. ഇങ്ങനത്തെ പോപ്പുലർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ലൈക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇറക്കുമ്പോഴാണ് ലൈക്ക് നമുക്ക് ശരിക്കും മനസ്സിലാകാം എത്രത്തോളം AI ലിറ്ററസിയും AI എഡ്യൂക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ടൈംസിൽ. സത്യം. അതായത് ഒരു കോൺവെർസേഷണൽ ആയിട്ടുള്ള ഒരു ChatGPT പോലെയുള്ള ഒരു ടൂള് നമ്മുടെ അറിയാത്ത, അതായത് AI എന്താണ്, അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു ഓഡിയൻസിന്റെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ ഡെവലപ്മെന്റ് പോസിബിൾ അല്ല, എന്നിട്ട് AI യൂസ് ചെയ്തിട്ട് ഡെവലപ്മെന്റ് പോസിബിൾ അല്ല എന്ന് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അട്ടേളി ഭയങ്കര മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മുടെ ഒരു ഹ്യൂജ് ഓഡിയൻസിലേക്ക് എത്തുന്ന ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ബേസിക്കലി ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ലൈക്ക് ChatGPT ആണ് AI, ഓർ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ആപ്പ് ChatGPT ആണ്, ഓർ വിചാരം AI എന്ന് വെച്ചാൽ ChatGPT ആണ്. ശരിക്കും AI അല്ല, ChatGPT മാത്രമല്ല, ബഞ്ച് ഓഫ് ടൂൾസ് ഉണ്ട്. അതിൽ വെറും ഒരു ടൂളാണ് ലൈക്ക് ChatGPT. ChatGPT അല്ല അപ്പൊ വെബ് ഡെവലപ്പിങ്ങിനും ആപ്പ് ഡെവലപ്പിങ്ങിനും ഒക്കെ യൂസ് ചെയ്യേണ്ട AI ടൂൾ എന്ന് നമുക്കിപ്പോ ക്ലിയർ ആണ്. സോ ഏത് ടൂളാണ് അതിൽ യൂസ് ചെയ്യേണ്ടത് ആക്ച്വലി? ലൈക്ക് നമുക്ക് അതിന് ലവബിൾ, ബോൾഡ്, ഇങ്ങനത്തെ കുറെ വൈബ് കോഡിംഗ് ടൂൾസ് ഉണ്ട്. ബേസിക്കലി നമ്മളിവിടെ ജസ്റ്റ് പ്രോംപ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി സ്റ്റാക്ക് ആയ ആപ്സ് ആയിട്ട് വരുന്നുണ്ട്. ലൈക്ക് ലിറ്ററലി ലവബിളിന്റെ മോട്ടോ തന്നെയാണ് യുവർ ലാസ്റ്റ് പീസ് ഓഫ് സോഫ്റ്റ്വെയർ ടു ബി ബിൽഡ്. വെച്ച് നമുക്ക് ബാക്കി എന്ത് സോഫ്റ്റ്വെയർസും അതിന്റെ ബേസിൽ നമുക്ക് ഉണ്ടാക്കാം. അതിന്റെ കംപ്ലീറ്റ് A to Z ട്യൂട്ടോറിയലായി വെച്ച് എങ്ങനെ നമുക്ക് ആപ്പ് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളെ ലൈക്ക് യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതന്നെ റെഫർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടി ഷൂട്ട് ചെയ്യാം. നാസിലെ, അപ്പൊ ഈ ChatGPTയും ലവബിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? രണ്ടും AI തന്നെയല്ലേ? ഓക്കെ, സോ യൂജി ബേസിക്കലി ChatGPT എന്ന ടൂൾ ഒരു കൺവെർസേഷൻ മോഡലാണ്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ആൻസേഴ്സും റെസ്പോൺസ് ചെയ്യും. നമുക്കത് റിസർച്ച് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ടാസ്ക് ചെയ്യാനെല്ലാം നമുക്ക് ChatGPT യൂസ് ചെയ്യാം. ബട്ട് കമ്മിങ് ടു ലവബിൾ എന്താ വെച്ചാൽ നമ്മളെന്തെങ്കിലും ടെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് ഫുൾ സ്റ്റാക്ക് ആയിട്ടുള്ള ആപ്സും കിട്ടും. അതിലിപ്പോൾ ഡിപ്ലോയ്മെന്റ് ആയാലും പബ്ലിഷ് ചെയ്യാനും എല്ലാം ജസ്റ്റ് 1 ക്ലിക്ക് ആണ്. സോ ഇതാണ് മെയിൻ വ്യത്യാസം. സോ കമ്മിങ് ടു AI ഇൻ പ്രോഗ്രാമിംഗ്, അത് നമുക്ക് 2 തരത്തിലുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഒന്നിക്ക് ഫുള്ളി AI ജനറേറ്റഡ്, ലൈക്ക് നമുക്ക് ലവബിൾ ബോൾട്ട് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഫുള്ളും AI കോഡ് ചെയ്ത് തരും. നമ്മൾ ആകെ ജസ്റ്റ് എന്താ ഫീച്ചേഴ്സ് വേണ്ട, എന്താണ് ആപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ AI റെസ്റ്റ് ഓഫ് ദ കാര്യങ്ങളെല്ലാം നോക്കും. സെക്കൻഡിൽ വരുന്നതാണ് AI അസിസ്റ്റൻസ് പ്രോഗ്രാം. അതായത് ബേസിക്കലി ഞാനായിരിക്കും ഒരു ഡെവലപ്പർ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ ചെറിയ ചെറിയ കോഡ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ChatGPT, ക്ലോഡ് പോലത്തെ ടൂൾസിന് നോക്കും, എനിക്ക് കോഡ് തരും. ആ കോഡ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യും. ഇവിടെ എനിക്കൊരു ഡെവലപ്പർ എന്നുള്ള നോളജ് ആണ്, AI അസിസ്റ്റൻസ് ആണ്. ബട്ട് കമ്മിങ് ടു AI ആസ് ദ മെയിൻ പ്രോഗ്രാമർ, ഐ ഡോണ്ട് നീഡ് ദാറ്റ്. അതായത് നമുക്ക് കുറച്ചുകൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു ആപ്പ് ബിൽഡ് ചെയ്യണം. ഒന്നിക്ക് ഞാനൊരു ഡെവലപ്പർ ആയിരിക്കണം. ഓക്കെ, പിന്നെ ആ ഡെവലപ്പർ അല്ലെങ്കിൽ ഞാനൊരു ഡെവലപ്പർ ഹയർ ചെയ്യണം. ഈ ഡെവലപ്പർ ഹയർ ചെയ്യുന്ന പൊസിഷനാണ് ആരെടുക്കുന്നത്? ലവബിൾ എടുക്കുന്നത്. പിന്നെ അതിനകത്ത് ഈ ആപ്പ് ആണെങ്കിൽ ലവബിൾ ബിൽഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു ഫീച്ചർ ആണെങ്കിൽ ലവബിൾ ഫീച്ചേഴ്സ് ബിൽഡ് ചെയ്യും. അതാണ് ബേസിക്കലി 2 ടൈപ്പ് ഓഫ് AI പ്രോഗ്രാമിംഗിലേക്ക് വരുന്നത്. ഓക്കെ, ഒന്ന് ഒരു അറിയുന്ന ആൾക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള ChatGPT, ക്ലോഡ് പോലെയുള്ള ടൂൾസ് ഒരു സെക്ഷൻ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും AI യൂസ് ചെയ്തിട്ട് വെബ് ആൻഡ് ആപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ലവബിളും ബോൾട്ടും പോലെയുള്ള ടൂൾസ്, AI പ്രോഗ്രാമിംഗ് ടൂൾസ് വേറൊരു സൈഡിലുണ്ട്. ഓക്കെ, AI എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും, ഇറ്റ്സ് എ ബ്രോഡ് ഏരിയ. അതിൽ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ChatGPTയും പെർപ്ലെക്സിറ്റിയും മാത്രമല്ല ഉള്ളത്. ദർ ആർ എ ലോട്ട് ഓഫ് ടൂൾസ് ദാറ്റ് യു ക്യാൻ യൂസ് ടു ഇൻക്രീസ് യുവർ പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ റീസെന്റ് ഹാക്കറിൽ ലൈക്ക് മൊത്തത്തിൽ മാർക്കറ്റിംഗ്, ഡിസൈൻ, ടെക്, ഫിനാൻസ് എല്ലാ സ്കൂൾസും തമ്മിൽ നമ്മളൊരു ഹാക്കത്തോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു 33 hour ഹാക്കത്തോൺ. സോ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്പ് വെബ്സൈറ്റിൽ ഉണ്ടാക്കാൻ. അങ്ങനെ 33 hour കൊണ്ട് 19 ആപ്സാണ് കിട്ടിയത്. അതിൽ മിക്കതും, അത് ഐ തിങ്ക് അറൌണ്ട് 60 to 50% ആപ്സും
കോഡിങ് അറിയാത്ത ആൾക്കാർ ബിൽഡ് ചെയ്താണ് ലവബിൾ വെച്ചിട്ട്. ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ആപ്സ് ആണ്, ലൈക്ക് മെന്റൽ തെറാപ്പി, പാർക്കിക്കോ. ലൈക്ക് നമ്മൾ ഹൈലൈറ്റ്സിന് ചെക്ക് ചെയ്താൽ മതി, അതിലുണ്ടാവും ഇഷ്ടംപോലെ ആപ്സ്. അതെങ്ങനെ ബിൽഡ് ചെയ്ത ഓരോ ടെസ്റ്റിമോണിയൽസ്, കംപ്ലീറ്റ് കാര്യങ്ങൾ. ഓക്കെ, ഈ ബിൽഡ് ചെയ്തതൊക്കെ ലവബിൾ യൂസ് ചെയ്തിട്ടുള്ള AI പ്രോജക്ട്സ് ആണ് എന്നുള്ളതാണ് ഹൈലൈറ്റ്. റെഡി ടു ഡിപ്ലോയ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആൻഡ് ആപ്സ് ആണ് സ്റ്റുഡൻറ് അവരുടെ പ്രോജക്ട്സ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇവിടെ നിങ്ങളുടെ ഓഡിയൻസിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ AI മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക ആപ്പോ വെബോ ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ ഇറ്റ്സ് ആ റെസ്പോൺസിബിലിറ്റി. ആൻഡ് ആസ് എ പ്രൂഫ് നിങ്ങൾക്ക് ഇപ്പോൾ നാസിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഹൈലൈറ്റ്സ് ചെക്ക് ചെയ്യാം. അതിൽ 33 hours 19 projects എന്ന് പറയുന്ന ഒരു ഹൈലൈറ്റ് ഉണ്ട്. അതിൽ there are our students testimonial that says they built that app and website using Lovable. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗും ഒക്കെ അതിലുണ്ട്. ഇനി ഇതൊന്നും പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലവബിളിന്റെ ട്യൂട്ടോറിയൽ അല്ലെ, ലവബിളിന്റെ ട്യൂട്ടോറിയൽ ഉണ്ട് യൂട്യൂബിൽ. സോ ഇനി ഓഡിയൻസിനും നല്ല വീഡിയോ ഉണ്ടാക്കിയവർക്കും ലൈക്ക് ഇപ്പോൾ അവർക്ക് ലൈക്ക് ട്രസ്റ്റ് ഇല്ല ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളൊരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗണും ലവബിൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള കംപ്ലീറ്റ് സീരീസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഹാക്കർ ടെക് സ്കൂളിന്റെ പേജിൽ. നമുക്ക് വേണമെങ്കിൽ താഴെ ലിങ്ക് ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. 3 മേജർ ഇഷ്യൂസ് ആണ് ആ ഒരു വീഡിയോയിൽ ChatGPT യൂസ് ചെയ്തിട്ട് കോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അത് 3 നമ്മൾ AIക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ സൊല്യൂഷൻ AI എന്താ പറയുന്നത് തന്നെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ എന്താക്കിയ വീഡിയോ അങ്ങനെ തന്നെ AI കൊടുത്തിട്ട് അത് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ AI സമ്മറൈസ് ചെയ്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഉപയോഗിച്ച് ലവബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് ഈ പ്രോബ്ലം സോൾവ് ചെയ്യല്ലേ. ഓർ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 3 പ്രോബ്ലംസ്. ഒന്നെന്ന് വെച്ചാൽ ടെക്നിക്കൽ ടേംസ് അറിയണം. യെസ്, അതായത് മേൺ എന്താണ്, NPM എന്താ, API ഇതെല്ലാം അറിയണം. ബട്ട് നിങ്ങൾക്ക് അപ്പുറം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ലവബിളിന്റെ AI സൊല്യൂഷൻ വെച്ച് നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ ഉണ്ടാക്കാം. Next.js എന്താണെന്ന് അറിയാൻ തന്നെ അതിലെ ആപ്സും വെബ്സൈറ്റിൽ ഉണ്ടാക്കാം. രണ്ടാമത് പറഞ്ഞ ഒരു ഇഷ്യൂ ആണ് റണ്ണിങ് ആൻഡ് ഡിപ്ലോയിങ് ദ കോഡ്. ലവബിളിൽ നമുക്ക് 1 ക്ലിക്ക് ആണ് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അല്ലാതെ ഡോക്കർ ടെർമിനൽ ഇതൊന്നും യൂസ് ചെയ്യണ്ടെന്ന് അറിയില്ല. തേർഡ് ആർഗ്യുമെന്റ് ആണ് നമ്മൾ ഫണ്ടമെന്റൽസ് അറിയണം, ലോജിക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അതിന്റെ അപ്പുറത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലവബിൾ is an AI powered app development that handles the technical implications for the users, allowing them to focus on the features and the logic rather than the code. ലോജിക് എന്ന് പറയുന്നത് ഒരിക്കലും ടെക് എഡ്യൂക്കേഷൻ അല്ലല്ലോ. ലോജിക് എന്ന് പറയുന്നത് ഇൻബോൺ ആയിട്ടുള്ള ഹ്യൂമൻസിന് അവരുടെ എക്സ്പീരിയൻസിലൂടെയും എക്സ്പോഷേഴ്സിലൂടെയും കിട്ടുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പ്രോബ്ലത്തിന് ഈ ഒരു സൊല്യൂഷൻ കൊടുക്കാം എന്നുള്ള തോട്ട് ഏതൊരു ഹ്യൂമന്റെ തലയിൽ വരുന്നോ ആ ഒരു സൊല്യൂഷൻ നമുക്ക് ടെക്നിക്കലി പോസിബിൾ ആക്കുന്ന തരത്തിലുള്ള ടൂൾസ് ആണ് ഇപ്പൊ ലവബിൾ ആയാലും ബോൾട്ട് ആയാലും പോലെയുള്ളതൊക്കെ. അത് മാത്രമല്ല, നിങ്ങൾ ജസ്റ്റ് lovable.devന്റെ ലൈക്ക് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നിങ്ങൾക്ക് കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് നമ്മൾ ഇപ്പൊ അടുത്ത ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്വിക്ക് ടേബിൾസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. അത് 19 to 22 ഇയേഴ്സിലെ 2 ബ്രദേഴ്സ് കൂടെ ഉണ്ടാക്കിയൊരു ലൈക്ക് ഫ്രണ്ട്സ് കൂടെ ഉണ്ടാക്കിയൊരു വെബ്സൈറ്റ് ആണ്. അത് വിത്തൗട്ട് കോഡിംഗ് അവരോട് ബിൽഡ് ചെയ്തേ. ഓരിപ്പോ ഐ തിങ്ക് സംവെയർ അറൌണ്ട് 80 lakh ആണ് സക്സസ് ആണ് അവരുടെ ബിസിനസ്. സത്യം പറഞ്ഞാൽ അവർ AI സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. AI യൂസ് ചെയ്തിട്ടാണ് അവരത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാല് ലൈക്ക് ഇവിടുത്തെ ഈ കേരളത്തിലത്തെ ആൾക്കാർ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളൊപ്പം മാത്രമല്ല, ലൈക്ക് ലവബിൾ പോലത്തെ 100 million റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനീന്റെ ഒപ്പമാണ്. ലൈക്ക് ഓരോ മെയിൻ മോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് വിത്ത് പ്ലെയിൻ ഇംഗ്ലീഷ് ആപ്സും വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഇവർ പറയുന്നത് പോസിബിൾ അല്ല. ഇപ്പൊ രണ്ടും തമ്മിലുള്ള യെസ്, നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണ് സ്റ്റേക്ക് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ലവബിൾ ആണ്. ലവബിൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇവർ ഇങ്ങനെ ആർക്കും കൂടുതൽ സ്റ്റേക്ക്. പിന്നെ ലവബിളിന്റെ പേജിൽ ഒഫീഷ്യൽ പേജിൽ പോയി നോക്കിയാൽ ഈ ഒരു കഥ മാത്രമല്ല, യു ക്യാൻ സീ മൾട്ടിപ്പിൾ സ്റ്റോറീസ്. ചെറിയ കുട്ടികൾ 10ാം ക്ലാസ്സിലും അല്ലാന്നുണ്ടെങ്കിൽ 10 വയസ്സായ കുട്ടികളെ കൊണ്ടൊക്കെ കോഡ് ചെയ്യിപ്പിക്കുന്നതും അവർക്ക് അവരുടെ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ട് അവർ ആപ്സ് ബിൽഡ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് അതിൽ ക്ലിയർ ആയിട്ട് കാണാം. അവർ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ അതാണ്. അതായത് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരു AI മാത്രം യൂസ് ചെയ്തിട്ട് യു can build whatever solutions you want to എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് അതിന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ആയിട്ടുള്ള യൂട്യൂബ് ട്യൂട്ടോറിയൽ കാണാം. എന്നിട്ട് അതിന്റെ താഴെ നിങ്ങളുടെ കമന്റ്സ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ആൻഡ് സജഷൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഓർ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താലും മതിയാവും. I just want to add one more thing. അതെന്ന് വെച്ചാൽ ഇവർ ഇങ്ങനത്തെ വീഡിയോസ് ഇറക്കുന്നു. അപ്പോൾ ബേസിക്കലി എന്താ നടക്കാന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു റോങ് ഇംപ്രഷൻസ് കൊടുക്കും. ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ AI യൂസ് ചെയ്യണമെങ്കിൽ ടെക് ആണ്, നോളേജ് ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ChatGPT ചെയ്യണമെങ്കിൽ ടെക് ആണോന്ന്, ലൈക്ക് കോഡിങ് അറിയണമെന്ന് അവർ പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ലൈക്ക് ആൾക്കാർ ChatGPT യൂസ് ചെയ്യുന്നത് അതിൽ കുറയും. ആ നമ്മളെ ഇന്ത്യനെ ലൈക്ക് എങ്ങനെ എഫക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് ലൈക്ക് സ്കെയിലിൽ ചിന്തിച്ചാൽ വളരെ ഇതാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ഓരോ വീട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ മിനിറ്റ് ഒരു കാര്യം പറയുന്നത് ChatGPT യൂസ് ചെയ്യണം, ലവബിൾ യൂസ് ചെയ്യണം. അതിൽ ഒന്ന് ലവബിൾ എന്നുള്ള സംഭവമാണ് പറഞ്ഞെങ്കിൽ
ആ കംപ്ലീറ്റ് കണ്ടന്റ് അവിടെ എക്സിസ്റ്റ് ആവില്ല. ഇല്ല, നമുക്കിപ്പോ ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല. ആ ലൈവ് വീഡിയോ ഉണ്ടാവില്ല. അതായത് ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ലവബിൾ യൂസ് ചെയ്യണം, ChatGPT യൂസ് ചെയ്യണം. അതിൽ ChatGPT പറഞ്ഞുകൊണ്ടാണ് AI-ക്ക് വെബ് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. നേരെ മറിച്ച് അവിടെ ലവബിൾ എന്നുള്ള ടൂളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ഇല്ല, അവർക്ക് അപ്പൊ തന്നെ കണ്ടിട്ട് മനസ്സിലായാലേ ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ AI മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. നിങ്ങൾ ലൈക്ക് ആ വീഡിയോയിൽ പറഞ്ഞ വേറൊരു വിഷയമാണ് ChatGPT എക്സ്പെൻസീവ് ആണെന്ന്. നിങ്ങൾ ലവബിൾ എടുത്തു. ChatGPT ഇപ്പൊ എന്തിനാണ് ബിൽഡ് ചെയ്യാൻ? അത് മാത്രമല്ല ലവബിൾ സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്ക് ഹാഫ് ഡിസ്കൗണ്ട് കിട്ടും, നിങ്ങൾക്ക് പ്രൈസ് കിട്ടും. സത്യം പറഞ്ഞാൽ ലവബിളിന് എത്ര ഡോളർ ആയിരുന്നു? $25. $2,500 ഏകദേശം ആ റേഞ്ചിൽ. ഓക്കെ, അപ്പൊ അത്ര പ്രൈസേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ പോലും എല്ലാ ദിവസവും 5 ഫ്രീ ക്രെഡിറ്റ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ അത് മാത്രമല്ല എനിക്ക് ആഡ് ചെയ്യാനുള്ള വേറൊരു പോയിന്റ് ആണ്, ലൈക്ക് ഇപ്പൊ ഒരാൾ കോഡിങ് പഠിക്കാൻ 2-3-4 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ I think 2,500 അത്ര വല്ല സ്പെൻഡ് അല്ല. ഒരു ടൂള് നിങ്ങൾക്ക് അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു 2,500 ഒന്നും ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ല. അത് മാത്രമല്ല ലൈക്ക് ഇപ്പൊ ഒരു ഡെവലപ്പേഴ്സ് ആണ്, ഡെവലപ്പേഴ്സ് ആയിട്ട് നിങ്ങൾ ലൈക്ക് ChatGPT പോലത്തെ ടൂൾസ് നിങ്ങൾക്ക് പ്രീമിയം സബ്സ്ക്രിപ്ഷൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വലിയൊരു നഷ്ടമുണ്ട്. കാരണം അതൊരു നോളജ് ആണ്, ഒരു ഹ്യൂജ് സൈഡ് അവിടെ മിസ് ആവുന്നുണ്ട്. യെസ്. അപ്പൊ നിങ്ങൾ അവിടെ പൈസ നിങ്ങൾക്ക് അത് എക്സ്പെൻസീവ് ആണ്, നിങ്ങൾ അത് കൊടുക്കൂല എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്കാണ് ഡൗൺ സൈഡ്. ലൈക്ക് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ലൈക്ക് എല്ലാവരും ChatGPT ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കണം. കാരണം എന്നാൽ മാത്രമേ നമ്മളെ വർക്കും കുറച്ചുകൂടി നമുക്ക് 10x 100x ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും ലവബിളിനെ പ്രൊമോട്ട് ചെയ്യല്ല. നിങ്ങൾ ലവബിൾ തന്നെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഒരു നിർബന്ധമില്ല. ഡെവലപ്പിംഗിന്റേതായ ടൂൾ യൂസ് ചെയ്യണം എന്നാണ്. ലവബിൾ പോലെ തന്നെ നമുക്ക് ബോൾട്ട് ഉണ്ട്, ഇന്ത്യൻ കമ്പനിയായ എമർജന്റ് ഇറക്കിയിട്ടുണ്ട്, emergent.sh ഉണ്ട്, പിന്നെ blink.me ഉണ്ട്, പിന്നെ അങ്ങനെ മൾട്ടിപ്പിൾ ടൂൾസ് ഉണ്ട്. ഈ ഒറ്റ ഒരു ലൈക്ക് വൈബ് കോഡിംഗ് എന്ന് പറഞ്ഞ ലൈക്ക് ഒരു ഫീച്ചർ കണ്ടാൽ മൾട്ടിപ്പിൾ ടൂൾസ് ഉണ്ട്. ഇൻഫാക്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ക്രീനിൽ ഒരു സാധനം അതിൽ 120 ടൂൾസിന്റെ ലിസ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. പിന്നെ അതില് നിങ്ങൾക്ക് ഏതൊക്കെ പ്രോസസ്സിന് ഏതൊക്കെ ടൂൾസ് ആണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ടൂൾ യൂസ് ചെയ്തിട്ട് അതേ പ്രോസസ്സിന് വേണ്ടി ആ ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം ഏതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ട്രസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് മാത്രമല്ല എനിക്ക് ഒറ്റ കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പം ഓർക്ക് AI-യും എന്താണ് മനസ്സിലാകാത്തതിന്റെ ഒരു ഇഷ്യൂ ആണ്. സോ നമുക്ക് AI for all എന്നുള്ള ഒരു ഫ്രീ കോഴ്സ് ഉണ്ട്. സോ ഐ തിങ്ക് നമ്മൾ റീസെന്റ് ലൈക്ക് ഇപ്പൊ അടുത്തായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് കോഴ്സ് നിങ്ങളോട് കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് ലൈക്ക് എന്തെല്ലാം AI-ക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൂടി കിട്ടും. അത് പക്ക ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സാണ്. അതായത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു എൻക്വയറി ആയിരുന്നു വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നമ്മൾ ഇത് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമുക്കിത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. സോ അതുകൊണ്ടാണ് AI for all എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതിന്റെ ഒക്കെ പക്ക തിയറിറ്റിക്കൽ സൈഡ് നിങ്ങൾക്ക് നമ്മൾ ആ ഒരു കോഴ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. എവ്രി വൺ അണ്ടർസ്റ്റുഡ് ദ പോയിന്റ്. ഈ വീഡിയോ ചെയ്തതിന്റെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തരുത് എന്നുള്ള അത്രയും വലിയ ആഗ്രഹം കൊണ്ടാണ്. സോ അത് മാത്രമല്ല നമ്മൾ ഹാക്കാടെക് സ്കൂളിലെ പ്രിൻസിപ്പൾ തന്നെയാണ് ലൈക്ക് ഓരോ പറയുന്നത് ലൈക്ക് AI ഉപയോഗിച്ചാൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ പ്രിൻസിപ്പൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണ് ഓരോ പറയുന്നത് ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ ബേസിൽ കൂടിയാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. സോ ഐ തിങ്ക് ദാറ്റ് കൺക്ലൂഡ്സ് ഓൾ. Thank you guys for listening. For more such updates and news, subscribe to Hackatech School's page. Bye bye.